പിന്നെ മറ്റൊരു സംഗതി എന്താണ്? 5 മൗലിദുകൾ ഇവര് മുസ്ലിയാക്കന്മാർ എടുത്തു കാണിച്ചില്ലേ? ആ സമയത്ത് എന്തേ നിങ്ങൾക്ക് അതിന് തയ്യാറായിക്കൂടെ? അതിന് മറുപടി ഞങ്ങൾ അവിടെ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. മൗലിദുമായി ബന്ധപ്പെട്ട ആ ഒരു ചർച്ച അത് പിന്നീട് ആവശ്യമില്ലാത്ത നിലക്ക് ഏതായാലും നമ്മൾ മെനക്കെടല്ലേ എങ്കിൽ അതൊന്ന് മുതലാകുന്ന നിലക്ക് മൗലിദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നടക്കട്ടെ ചർച്ച. അല്ലെങ്കിൽ ഞങ്ങൾക്കും പറഞ്ഞുകൂടായിരുന്നു സിദ്ദീഖ് മൗലിദിൽ മാത്രം നടക്കട്ടെ ചർച്ച എന്ന്? ഞങ്ങൾക്കും പറഞ്ഞുകൂടെ? ഞങ്ങൾക്കറിയാലോ അലവി സഖാഫിന്റെ ലൈനല്ല റഷീദ് സഖാഫിന്റെ ലൈനിലല്ല അലവി സഖാഫിൽ ഞങ്ങൾക്കറിയാലോ. പേരോന്റെ ലൈനിലല്ല ഈ നമ്മുടെ നെല്ലിക്കുത്തിന്റെ ലൈനിലല്ല പേരോറിൽ ഞങ്ങൾക്കറിയാലോ. ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറഞ്ഞുകൂടായിരുന്നു. പക്ഷേ അത് പോരാ. ഞങ്ങൾക്ക് ആ സംവാദം നടക്കുമ്പോ കുറെ മനുഷ്യന്മാര് ഇതെന്നെ നോക്ക് 5-8 മണിക്കൂർ മനുഷ്യന്മാർ ഇരുന്ന് മെനക്കെട്ടതല്ലേ? അല്ലേ? അത് ഏത് വിഭാഗമായാലും അല്ലേ? എന്നിട്ട് ആ മെനക്കെടുന്നത് റിസ്ക് എടുക്കുന്നത് മുതലാവണ്ടേ? അതിന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് നടക്കട്ടെ. ഇന്ന് കേരളത്തിൽ പ്രചാരത്തിലുള്ള മുഴുവൻ മൗലിദിലും ചർച്ച നടക്കട്ടെ. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? തയ്യാറുണ്ടോ നിങ്ങളെന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ട് മാനമര്യാദക്ക് മറുപടി പറയാൻ ആയിരുന്ന 5 എണ്ണത്തിൽ ഒന്നുപോലും തയ്യാറായില്ല എന്ന് പറയുമ്പോ സഹോദരങ്ങളെ, കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. നമ്മുടെ സുഹൃത്ത് നബീൽ രണ്ടത്താണി ആ ചർച്ചയിൽ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. 5 മൗലിദ് നിങ്ങൾക്ക് തയ്യാറായി കൂടെ എന്ന് അവർക്ക് വേണ്ടി ഐക്യവേദിയിലെ ആളുകൾ ഞങ്ങൾ ചോദിച്ചപ്പോ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞത് എന്താണ് എന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. നബീൽ രണ്ടത്താണി വിശദീകരിക്കുന്നു. ഈ 5 മൗലൂദിന് നിങ്ങൾ മറുപടി തയ്യാറുണ്ടോ? ഞങ്ങളിവിടെ ആദ്യം മുതൽ ഇപ്പോൾ വരെ പറഞ്ഞെന്താണ്, ഈ 5 എണ്ണം അടക്കം എല്ലാ മൗലിദും ബിദ്അത്താണ്, അനാചാരമാണ്. പല മൗലിദുകളിലും ശിർക്കും അതേപോലെ തന്നെ കുഫറും ഉണ്ട്. എഴുതുമ്പോ ഈ 5 എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ചില എന്നതിന് വരാൻ പാടില്ല. മറ്റുള്ള മൗലൂദ് എല്ലാവരും എതിർക്കുന്നു പറയാൻ പാടില്ല. ഈ 5 എണ്ണം മാത്രമേ സ്വഹീഹുള്ളൂ? അല്ല, സുന്നികൾ അംഗീകരിക്കുന്ന മൗലൂദ് എന്നാ പറഞ്ഞത്. ഈ 5 എണ്ണം മാത്രമേ സ്വഹീഹുള്ളൂ, അംഗീകരിക്കുന്നുള്ളൂ? അല്ലല്ലോ. ഈ 5 എണ്ണത്തിന്റെ ചർച്ച കഴിഞ്ഞാൽ നാളെ വേറെ 5 എണ്ണം വരും, മറ്റന്നാളെ വേറെ 5 എണ്ണം വരും. ലക്ഷക്കണക്കിന് മൗലൂദുകൾ വരാനുണ്ട്. ഇതൊക്കെ തീരണം. ആ ഒക്കെ തീരാനുള്ള ഏറ്റവും വ്യക്തമായ വാദമാണ് ഞങ്ങളത്. പുണ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഏതെങ്കിലും പ്രയാസങ്ങൾ നീങ്ങുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി മൗലിദ് പാരായണം നടത്തുക എന്നത് ബിദ്അത്താകുന്നു. അതിൽ പല മൗലിദുകളിലും എന്തുണ്ട്? ശിർക്കുണ്ട് എന്നാണ് നമ്മളുടെ വാദം. അത് കൃത്യമായി നമ്മൾ എഴുതി തന്നിട്ടുണ്ട്. നാളെ മറ്റന്നാളും വേറെ 5, പിന്നെ വേറെ 5, പിന്നെ വേറെ 5, ഇങ്ങനെ ലോകാവസാനം വരെ മൗലിദിന്റെ 5 വീതെടുത്ത് ചർച്ച ചെയ്യുന്ന ഒരു രീതി ഒരിക്കലും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വ്യക്തമാകാൻ സംഗതമല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോ ഇതാണ് കാര്യം. ഇതുകൊണ്ടാ അല്ലെങ്കിൽ വേണമെങ്കിൽ ഓരോന്നും ചർച്ചകളോട് വിഷമമുണ്ടായിട്ടല്ല. ഒരു സംഗതിക്ക് നമ്മൾ ഏതായാലും മെനക്കെട്ട് ഇറങ്ങുമ്പോ അതൊരു കാര്യത്തിലാവണല്ലോ. കാര്യത്തിലായില്ലേ? എന്തേ നമ്മുടെ നാട്ടിലുള്ള സബീന, അത് നിങ്ങൾക്ക് കാണാം ശേഷം. എന്ത് ഐക്യവേദിയുടെ സഹോദരങ്ങള്, അതിലെ പ്രവർത്തകര് അവരുടെ വീട്ടിൽ പാരായണം ചെയ്ത മൗലിക കിതാബ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഇത് വെച്ചിട്ട് ചർച്ചകൾ തയ്യാറുണ്ടോ? ഇല്ല, അതിന് തെറ്റുണ്ട്, അതിന് ശരിയല്ല, അത് മുഴുവൻ ശരിയല്ല. എന്നാ ചോദിച്ചു, അതിലെ 12 ലിസ്റ്റ് നമുക്ക് കേൾക്ക ശേഷം 12 1 2 3 12 വായിച്ചു. അതിന് തയ്യാറുണ്ടോ ഉസ്താദേ? ഇല്ല. വേദി കയറിയാലേ മുജാഹിദീങ്ങളോട് സ്റ്റേജിലേക്ക് വന്നോളൂ, ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, വന്നോളൂ, ഏതും ചോദിച്ചോളൂ എന്ന് പറയുന്ന നമ്മുടെ സാധു അലവി സഖാഫി വല്ലാതെ കുടുങ്ങിപ്പോയ രംഗമായിരുന്നു അത്. ശേഷം കാണാം ഇൻഷാ അല്ലാഹ്.